ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ NTPCയുടെ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷനും അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷനും വന്നു. നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. നമ്മുടെ സോൺ അനാലിസിസിൻ്റെയും പോസ്റ്റ് അനാലിസിസിൻ്റെയും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും പരിഹരിച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മുടെ സ്കോർ ടീം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നോക്കുക. സോൺ സെലക്ട് ചെയ്യുന്ന സമയത്തും പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്തൊക്കെ അതൊക്കെ നോക്കി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്തവരുടെ കാര്യത്തിലേക്ക് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കേണ്ട സമയമായി. എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഓൾറെഡി നിങ്ങൾ നമ്മുടെ കോഴ്സ് പ്ലാൻ്റെ വീഡിയോ കണ്ടു കാണും, അതുപോലെ തന്നെ ആസിഫ് മാഷ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ കണ്ടു കാണും. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നുണ്ടായിരിക്കും ഓരോ സബ്ജക്റ്റുകളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോ യുവർ സബ്ജക്റ്റ് എന്ന് പറയുന്ന സീരീസിൻ്റെ ഭാഗമായിട്ട്. സോ ഇന്ന് നോ യുവർ സബ്ജക്ട് സീരീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന പാഠഭാഗമാണ്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കാണ്. സോ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാരെയും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രധാനപ്പെട്ട ഈ ജനറൽ അവയർനെസ്സിനെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോഴും ചില കുട്ടികളുടെ മനസ്സിലുള്ള ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെ ഞാൻ ആദ്യം ഒന്ന് പരിഹരിക്കാം. ഒന്നാമത്, ഡിഗ്രിയും പ്ലസ് ടുവും പഠിച്ചിറങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് GK പഠിച്ചെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ GK പഠിച്ചെടുക്കാൻ സാധിക്കുമോ? ശ്രദ്ധിക്കുക, ഡിഗ്രി ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ടായിരിക്കും, പ്ലസ് ടു ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ടായിരിക്കും. പ്ലസ് ടുവിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചത് സയൻസ് ആയിരിക്കാം, ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഏതെങ്കിലും വിഷയങ്ങളായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിഗ്രിയും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് ചരിത്രം, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, എൻവയോൺമെൻറ്റ് തുടങ്ങിയ ഭാഗങ്ങളും അതുപോലെ തന്നെ GK ജനറൽ നോളജുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള സംശയമാണ് ഭൂരിപക്ഷം കുട്ടികൾക്കും ഉള്ളത്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഏത് വിഷയവും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾ പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ എക്സാം എത്തുന്നതിനേക്കാൾ മുന്നേ ഉള്ള സമയത്തിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചിറങ്ങിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സോ ഡിഗ്രി ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലോ പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയവരാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ജനറൽ നോളജ് അറിയില്ല, ജനറൽ അവയർനെസ് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് എക്സാമിന് അപ്ലൈ ചെയ്യാതിരിക്കരുത്. അപ്ലൈ ചെയ്തവർ പഠിക്കാതിരിക്കരുത്. എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ ആസിഫ് മാഷ് ചെയ്ത വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, NTPC ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. സബ്ജക്റ്റിനെ മനസ്സിലാക്കി പഠിക്കുക. സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കൈവശമുണ്ട്. ഇനി ഓരോ സബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോ യുവർ സബ്ജക്ട് സീരീസുമായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് GK എങ്ങനെ പഠിക്കണം, GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗം അതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. രണ്ടാമത് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, ബാങ്ക് കോച്ചിങ്ങിന് പോയിട്ടുള്ളവരുണ്ട്, അവർക്ക് NTPC എഴുതാൻ പറ്റുമോ? കാരണം ബാങ്ക് കോച്ചിങ്ങിനുള്ളവർക്ക് എന്തില്ല, ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗമില്ല. സോ ബാങ്ക് കോച്ചിങ്ങിന് പഠിക്കുന്നവർ ഭൂരിപക്ഷം പഠിക്കുന്നത് എന്തൊക്കെയാണ്, റീസണിങ് പാർട്ട് പഠിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കും, ഇംഗ്ലീഷ് പഠിക്കും. അവർക്ക് GKയുടെ ആവശ്യം അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സിൻ്റെ ആവശ്യം പൊതുവേ വരുന്നില്ല. സോ അവർ NTPC എന്ന് പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റി കാണുന്നു. അവർ നോക്കുമ്പോൾ എന്താണ്, ഇതിനകത്ത് ജനറൽ അവയർനെസ്സിന് 40 മാർക്കാണ് ഒന്നാമത്തെ ടയറിൽ, സെക്കൻഡ് ടയറിൽ 50 മാർക്കുണ്ട്. ഞങ്ങൾ കൊണ്ട് ഇത് പഠിച്ചാൽ പറ്റുമോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ബാങ്കിൻ്റെ മാത്സും ബാങ്കിൻ്റെ റീസണിങ്ങും അത്ര കട്ടിയിൽ എവിടെ വരുന്നില്ല, NTPCയിൽ വരുന്നില്ല. സോ മാത്സ് ആൻഡ് റീസണിങ് നിങ്ങളുടെ കൈവശം സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൂടുതൽ സമയം GK പഠിക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചാൽ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നവർക്കും NTPC ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. സോ രണ്ടാമത്തെ ഡൗട്ട് നിങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്, ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന് ഒരേ നിലവാരത്തിലുള്ള പ്രിപ്പറേഷൻ ആണോ ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. പ്ലസ് ടുക്കാർ അല്ലെങ്കിൽ പ്ലസ് ടു യോഗ്യതയുള്ള കുട്ടികളാണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. ഡിഗ്രി ഉള്ളവരാണ് ഗ്രാജുവേറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. ചോദ്യം ന്യായമാണ്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പ്ലസ് ടു ലെവലിലുള്ള പോസ്റ്റുകളല്ലേ ഉള്ളത്, അപ്പം പ്രിപ്പറേഷൻ ഡിഗ്രി ലെവലിന് അത്രയും വേണോ? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഡിഗ്രിക്കാർക്കും എന്ത് പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഗ്രി ഉള്ളവനും പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷ എഴുതാൻ പറ്റും. സോ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്, പ്ലസ് ടു മാത്രമുള്ള കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്നത് ആരുടെ കൂടെയാണ്, ഡിഗ്രിക്കാരുടെ കൂടെയാണ്. മാത്രമല്ല അണ്ടർ ഗ്രാജുവേറ്റിന് ഇത്തവണ വന്നപ്പോൾ വാക്കൻസീസ് കുറവാണ്. സോ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന ഡിഗ്രിക്കാരുടെ കൂടെയാണ്, വാക്കൻസീസ് കുറവാണ്, കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് ലെവലിലായിരിക്കണം, ഡിഗ്രി ലെവൽ പ്രിപ്പറേഷൻ തന്നെ അവിടെ ആവശ്യമുണ്ട്. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന ആരുടെ കൂടെയാണ്, ഡിഗ്രിക്കാരുടെ കൂടെയാണ്. അവർ ഡിഗ്രി ലെവൽ 6 പോസ്റ്റുള്ള സ്റ്റേഷൻ മാസ്റ്ററേയും മറ്റും പഠിച്ചിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലെവൽ 2 ലെവൽ 3 പ്ലസ് ടു യോഗ്യതയുള്ള പോസ്റ്റുകൾ കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അണ്ടർ ഗ്രാജുവേറ്റ് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രിപ്പറേഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എപ്പോഴും ഗ്രാജുവേറ്റ് ലെവലിലായിരിക്കണം. അണ്ടർ ഗ്രാജുവേറ്റിന് മാത്രം എഴുതുന്ന കുട്ടികളാണെങ്കിലും പ്രിപ്പറേഷൻ ലെവൽ ഗ്രാജുവേറ്റ് ലെവലിലായിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രാജുവേറ്റ് ലെവലിലുള്ള ആളുകളുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഡൗട്ടും അവിടെ ക്ലിയർ ആയി കാണും. ഇനി
കേരള PSC പഠിക്കുന്നവർ എന്താണ് NTPC GK പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മാറ്റങ്ങൾ? കേരള PSC പഠിക്കുന്ന ആളുകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. നിലവിൽ കുറേ ഡിഗ്രി മെയിൻസ് എസ്ഐ ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേരള PSCയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചിലപ്പോൾ ഡിഗ്രി പ്രിലിംസ് കയറാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റിയാണ് NTPC. പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്തായിരിക്കും NTPC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവുക. സോ കേരള ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ കേരള ലെവലിൽ PSC +2 ലെവലോ 10th ലെവലോ ഡിഗ്രി ലെവലോ പഠിച്ചിട്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ത് മാറ്റമാണ് GK ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കേരള ലെവലിൽ പഠിക്കുന്ന കേരള ഹിസ്റ്ററിയോ കേരള റിനൈസൻസോ നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല. പകരം ഏൻഷ്യന്റ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ തുടങ്ങിയ ഭാഗങ്ങൾ നിങ്ങളിവിടെ പഠിക്കേണ്ടി വരും. ജോഗ്രഫിയൊക്കെ മാപ്പ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടി വരും. ഓരോ സബ്ജക്റ്റുകളും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് മറ്റ് എക്സാംസിൽ നിന്നും NTPCയുടെ റിക്വയർമെന്റ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. സോ ഇതാണ് ബേസിക് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ചില പോർഷൻസ് അവിടെ പഠിക്കേണ്ടത് എവിടെ പഠിക്കേണ്ടി വരുന്നില്ല, NTPCക്ക് വേണ്ടി പഠിക്കേണ്ടി വരില്ല. എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കേരള PSCയിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റി എക്കണോമിക്സ് ഒക്കെ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം NTPCക്ക് പഠിക്കാൻ വരിക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസിയാണ്. ആൻഡ് കേരള PSC ഇപ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ടൈം NTPCയുടെ ക്വസ്റ്റ്യൻസും ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള PSCയുടെ ക്വസ്റ്റ്യൻസും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള PSCയുടെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടെ കൂടുതലാണ്. പക്ഷെ അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, NTPC ലാസ്റ്റ് ടൈം എക്സാം കണ്ടക്ട് ചെയ്തതിന് ശേഷം കുറേ നാളുകളായി, ഏകദേശം ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പം എക്സാമിന് രണ്ടാമത് കണ്ടക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി എന്തുണ്ടാവും, കോമ്പറ്റീഷൻ ലെവൽ കൂടുന്നുണ്ടാവും. സോ NTPCയിലും നമ്മുടെ കോമ്പറ്റീഷൻ്റെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ ലെവല് കൂടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കണം. എന്നിരുന്നാലും കേരള PSC പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം NTPC ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് NTPC ജനറൽ അവയർനെസിന്റെ സിലബസ്? NTPCക്ക് അത് കൊടുത്തുള്ള ജനറൽ അവയർനെസിന്റെ സിലബസ് എന്താണെന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ എങ്ങനെ വേണം ഈ വിഷയം പഠിച്ചെടുക്കാൻ. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊരു ഇൻട്രൊഡക്ടറി അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോ ഇനി എന്താണ് NTPC ജനറൽ അവയർനെസിന്റെ സിലബസ് എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. സോ ഈ സെഷനിനകത്ത് നമ്മൾ സിലബസുകളെ കമ്പയർ ചെയ്യും. NTPCക്കകത്ത് ചോദിച്ചിട്ടുള്ള സിലബസും അല്ലെങ്കിൽ തന്നിട്ടുള്ള സിലബസും അതുപോലെ തന്നെ RRBയുടെ മറ്റ് എക്സാംസിനകത്ത് RRB കണ്ടിട്ടുള്ള ALP, ജൂനിയർ എഞ്ചിനീയർ, ടെക്നീഷ്യൻ തുടങ്ങിയ പരീക്ഷകളിലൊക്കെ തന്നിട്ടുള്ള ജനറൽ അവയർനെസിന്റെ സിലബസും NTPCയിൽ തന്നിട്ടുള്ള ജനറൽ അവയർനെസിന്റെ സിലബസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. അതുപോലെ തന്നെ സിലബസിനെ ഡീകോഡ് ചെയ്യും. സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ സെന്റൻസിനെയും നമ്മൾ എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയിട്ട് എങ്ങനെയാണ് ഈ ഓരോ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് വെച്ചുകൊണ്ട് എങ്ങനെ വേണം ജനറൽ അവയർനെസിനെ പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ള കാര്യം നോക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിനി ഓരോ ടോപ്പിക്കുകളായിട്ട് കവർ ചെയ്യാം. ആദ്യം സിലബസ് കമ്പാരിസൺ ആണ്. സിലബസ് കമ്പാരിസണിൽ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ജനറൽ അവയർനെസ് ഫോർ ടെക്നിക്കൽ എക്സാംസ് എന്ന് പറഞ്ഞ ടെക്നിക്കൽ എക്സാംസിനുള്ള ജനറൽ അവയർനെസിന്റെ സിലബസ് എന്താണെന്ന് നമ്മൾ നോക്കും. നോൺ ടെക്നിക്കൽ എക്സാംസിനുള്ള ജനറൽ അവയർനെസിന്റെ സിലബസ് എന്താണെന്ന് നോക്കും. അതുപോലെ തന്നെ ഇതിനെ മൊത്തത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ചാർട്ടും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടെക്നിക്കൽ, എന്താണ് നോൺ ടെക്നിക്കൽ എക്സാംസ്? നമ്മുടെ ചാനലിലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ചാനൽ ആദ്യം തൊട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ എല്ലാ കാലത്തും എക്സാക്ട്ലി എന്താണ് ടെക്നിക്കൽ എക്സാംസ് എന്നും നോൺ ടെക്നിക്കൽ എക്സാംസ് എന്നും RRB കണ്ടക്ട് ചെയ്യുന്ന ടെക്നിക്കൽ എക്സാംസ് എന്താണെന്നും നോൺ ടെക്നിക്കൽ എക്സാംസ് എന്താണെന്നും ഡിമാർക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ടെക്നിക്കൽ യോഗ്യതയുള്ള ഡിപ്ലോമയോ ITIയോ BTechോ യോഗ്യതയുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന RRB കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിനെയാണ് ടെക്നിക്കൽ എക്സാംസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് അസിസ്റ്റന്റ് ലോ കോ പൈലറ്റ് പരീക്ഷ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 പരീക്ഷ, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ. നിലവിൽ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുള്ള ഈ 4 പരീക്ഷകളും ടെക്നിക്കൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ 4 പരീക്ഷകൾക്കും ജനറൽ അവയർനെസ് എന്ന് പറയുന്ന പാഠഭാഗം പഠിക്കാനുണ്ട്. അതിനകത്തെ സിലബസ് എന്താണെന്നുള്ളതാണ് ഇവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നോൺ ടെക്നിക്കൽ എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ +2 യോഗ്യതയുള്ള കുട്ടികൾക്കോ 10th യോഗ്യതയുള്ള കുട്ടികൾക്കോ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ യോഗ്യതയുള്ള കുട്ടികൾക്കോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷകൾ. ഉദാഹരണത്തിന് RPFന്റെ കോൺസ്റ്റബിൾ, RPFന്റെ SI, NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം, NTPC ഗ്രാജുവേറ്റ് എക്സാം, ഇത് എല്ലാം നോൺ ടെക്നിക്കൽ എക്സാംസ് ആണ്. ഇവിടെ +2 സയൻസ് ഗ്രൂപ്പ് എടുത്തവരെന്നോ +2 ഹ്യൂമാനിറ്റീസ് എടുത്തവരെന്നോ വകതിരിവില്ല. BSc ഫിസിക്സ് എന്നോ BA ലിറ്ററേച്ചർ എന്നോ BTech എന്നോ വകതിരിവില്ല. സോ ഇത് ഈ പറയുന്ന നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഭേദമന്യേ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2ഓ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. നോൺ ടെക്നിക്കൽ എക്സാംസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഈ 2 സിലബസുകൾ നമ്മൾ നോക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനും കൂടെ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. സോ ടെക്നിക്കൽ എക്സാംസിന്റെ ജനറൽ അവയർനെസിന്റെ സിലബസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രീതിയിലാണ്. ഇവിടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെയും ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെയും ജനറൽ അവയർനെസിന്റെ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒന്നാണ്. നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അവിടെ കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട്, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ്. ഇത്രയേ ഉള്ളൂ. ജൂനിയർ എഞ്ചിനീയറും ടെക്നീഷ്യൻ ഗ്രേഡ് 1. അപ്പോൾ ഇത് രണ്ടും ലെവൽ 2 പോസ്റ്റുകളാണ്. ഇവിടേക്ക് വന്നപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ലെവൽ 6 പോസ്റ്റാണ്. അതായത് NTPCയുടെ സ്റ്റേഷൻ മാസ്റ്ററിന്റെ അതേ നിലവാരമുള്ള പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത് ലെവൽ 5 പോസ്റ്റാണ്. നമ്മുടെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റിന്റെ അതേ നിലവാരമുള്ള പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. അതിൽ കൊടുത്തിട്ടുള്ള ജനറൽ അവയർനെസ്സിലെ സിലബസ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. കറണ്ട് അഫയർ ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്. ഇവിടെ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ടായിരുന്നില്ല. കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഫ്രീഡം സ്ട്രഗിൾ, ഇവിടെ ഫ്രീഡം സ്ട്രഗിളിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇവിടെ പൊളിറ്റിക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ എക്കോണമി, ഇവിടെ എക്കണോമിക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻവയോൺമെന്റൽ ഇഷ്യൂസ് കൺസേണിംഗ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, സ്പോർട്സ്, ഇവിടെ സ്പോർട്സ് ഉണ്ട്. ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എക്സെട്ര. ചുരുക്കി പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന സിലബസ് ഇതിനകത്ത് കവർ ചെയ്യും. ജൂനിയർ എഞ്ചിനീയറും ഗ്രേഡ് 1 പഠിക്കുന്നവന് ഈസി ആയിട്ട് ALPയുടെയും ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെയും എന്ത് കവർ ചെയ്യാൻ പറ്റും? ജനറൽ അവയർനെസ് കവർ ചെയ്യാൻ പറ്റും. ഇതേപോലെ RPF നോക്കുകയാണെന്നുണ്ടെങ്കിൽ RPFന്റെ SID കോൺസ്റ്റബിളിലെ സിലബസ് സെയിം സിലബസ് ആണ്, യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല. അതുപോലെ തന്നെ NTPCയുടെ ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും കൊടുത്തിട്ടുള്ള ജനറൽ അവയർനെസ്സിന്റെ സിലബസും സെയിം സിലബസ് ആണ്, യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല. RPFൽ അവർ ആകെ പറഞ്ഞിരിക്കുന്നത് SIക്ക് ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള ക്വസ്റ്റ്യൻസും കോൺസ്റ്റബിളിന് ഈ പറഞ്ഞ പോലെ +2 ലെവൽ യോഗ്യതയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടെ ആകെ പറഞ്ഞിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. സിലബസ് രണ്ടും സെയിം ആണ്. RPFന്റെ സിലബസും NTPCയുടെ സിലബസും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും RPFന്റെ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എവിടെ കവർ ചെയ്യുന്നുണ്ട്? NTPCയുടെ സിലബസിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് RPFന്റെ സിലബസിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? ജൂനിയർ എഞ്ചിനീയറിന്റെ ജനറൽ അവയർനെസ്സിന്റെ സിലബസിനകത്തും ALPയുടെ ജനറൽ അവയർനെസ്സിന്റെ സിലബസിനകത്തും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ALPയുടെയും ഗ്രേഡ് 3യുടെയും ജനറൽ അവയർനെസ് ഇതാ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ സിലബസിന്റെ എന്തിന്റെ? NTPCയുടെ ജനറൽ അവയർനെസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് RPFന്റെ സിലബസും കവറായി കിട്ടും, ജൂനിയർ എഞ്ചിനീയറിന്റെ സിലബസും കവറായി കിട്ടും, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ സിലബസും കവറായി കിട്ടും, ഗ്രേഡ് 3 ഗ്രേഡ് 1ന്റെയും കവറായി കിട്ടും. ഇതൊരു പോയിന്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും അവസാനം പുറത്തു വന്ന നോട്ടിഫിക്കേഷനാണ് NTPCയുടെ. ഏറ്റവും അവസാനം പുറത്തു വന്നുള്ള നോട്ടിഫിക്കേഷൻ NTPC ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയുമാണ്. എന്ന് പറഞ്ഞാൽ NTPC നോട്ടിഫിക്കേഷൻ പുറത്ത് RRB നോട്ടിഫിക്കേഷൻ പുറത്ത് വിട്ട അതേ ഓർഡറിലാണ് പരീക്ഷകൾ നടത്തുന്നതെന്നുണ്ടെങ്കിൽ NTPC ആയിരിക്കും ഈ തന്നതിൽ ഏറ്റവും അവസാനം നടത്താൻ സാധ്യതയുള്ള പരീക്ഷ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NTPC പരീക്ഷ എഴുതുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുടെ കൈവശം ഈ പറയുന്ന എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. എല്ലാ എക്സാമിൻ്റെയും ജനറൽ അവയർനെസ്സിൻ്റെ ടോപ്പിക്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇതെല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് എന്തിനു ഉപകാരപ്രദമായിരിക്കും? NTPCക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം ഇതിനെല്ലാത്തിനുമുള്ള ടോപ്പിക്സ് എവിടെയുണ്ട്? NTPCക്കകത്തുണ്ട്. സോ ഇത് ഒരു കാര്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. RRB കണ്ടക്ട് ചെയ്തിട്ടുള്ള ALPയുടെ എക്സാം ആദ്യം വിളിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3 ഒക്കെ ആദ്യം വിളിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യരുത്? മൈൻഡ് ചെയ്യാതിരിക്കരുത്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ NTPCക്ക് വേണ്ടി അതിനെ യൂസ്ഫുൾ ആക്കാനായിട്ട് നോക്കുക. ഇത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാ സിലബസുകളും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാണിച്ചു തന്നത്. RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാംസിനും ഈ പറയുന്ന ജനറൽ അവയർനെസ്സിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ മാത്സിനും റീസണിങ്ങിനും ഒക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് സിമിലർ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ആ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അത് നിങ്ങൾക്ക് എവിടെ ഉപകാരപ്രദമാവും? NTPCക്ക് ഉപകാരപ്രദമാവും. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇതാണ് സിലബസ് കമ്പാരിസൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2, ഡീകോഡിങ് NTPC സിലബസ്. NTPC തന്നിട്ടുള്ള വലിയ ജനറൽ അവയർനെസ്സിൻ്റെ സിലബസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീകോഡ് ചെയ്യാൻ പോകുന്നു. എങ്ങനെ? ഇതാ NTPCനെ ഡീകോഡ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ NTPCയുടെ ജനറൽ അവയർനെസ്സിൻ്റെ വെയിറ്റേജ് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടയർ 1ന് എത്രയാണ്? 40 മാർക്കാണുള്ളത്. എത്രയിൽ? 100ൽ. അപ്പം എത്ര ശതമാനമായിരിക്കും? 40% മാർക്ക് ടയർ 1ന് NTPC സിലബസിന് ജനറൽ അവയർനെസ്സിന് വേണ്ടിയുണ്ട്. ടയർ 2നാണെന്നുണ്ടെങ്കിലോ 50 മാർക്കുണ്ട്. എത്രയിൽ? 120ൽ. അപ്പം എത്ര ശതമാനം വരും? 36% വെയിറ്റേജ് ആണ് ഇതിനുള്ളത്, ജനറൽ അവയർനെസ്സിനുള്ളത്. ഇനി സിലബസിനെ നമുക്ക് ഡീകോഡ് ചെയ്യാം. എങ്ങനെ? 3 കാറ്റഗറി ആക്കാം. ജനറൽ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം, ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം, ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു ഭാഗം. നേരത്തെ തന്നിട്ടുള്ള വലിയ സിലബസിനെ ഞാൻ ഈ 3 കാറ്റഗറിക്കകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ എളുപ്പത്തിന്, നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് നമുക്ക് ഈ 3 കാറ്റഗറിയാക്കി മാറ്റാം. കാരണം അതിൽ വലിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോഡീകരിക്കുന്നു, അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഓരോ ബക്കറ്റിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നു. ഇനി ഓരോ ബക്കറ്റിനകത്തും എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ജനറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അവിടെ നിങ്ങൾ കണ്ടു കാണും ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ. അവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടിഫിക്കേഷൻ എടുത്ത് വെച്ചിട്ട് NTPCയുടെ സിലബസ്, ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് എടുത്ത് വെച്ച് നോക്കി നിങ്ങൾക്ക് ഇത് അണ്ടർലൈൻ ചെയ്ത് പോകാൻ പറ്റും.
ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. ഈ മൂന്നിനെയും നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യാം? ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വിഷയമായിട്ട് പഠിക്കാം. ഹിസ്റ്ററിയുടെ കൂടെ നമുക്ക് ഇതെല്ലാം പഠിച്ചു പോവാം. ഓക്കെ. 2, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്. ഇതിന് നമുക്ക് ജോഗ്രഫി എന്ന് പഠിക്കാം. എൻവയോൺമെന്റൽ ഇഷ്യൂസ് കൺസേണിങ് ഇന്ത്യ ആൻഡ് വേൾഡ് അറ്റ് ലാർജ്, ഫ്ലോറ ആൻഡ് ഫോണ ഓഫ് ഇന്ത്യ. ഇതിനെ നമുക്ക് എൻവയോൺമെന്റ് ആക്കി മാറ്റാം. ഇതേ സിലബസ് നിങ്ങൾ എവിടെയും കണ്ടു കാണിരിക്കും, ജൂനിയർ എഞ്ചിനീയറിന്റെ പരീക്ഷയിലും കണ്ടു. ഇനി ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവർണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. ഇതിനെ നമുക്ക് പൊളിറ്റി എന്ന് പഠിക്കാം. ഇന്ത്യൻ എക്കോണമി, ഇതിനെ എക്കണോമിക്സ് ആക്കിയിട്ട് നമുക്ക് പഠിക്കാം. സോ ഇത്രയും വിഷയങ്ങളെ ഞാൻ ജനറൽ സബ്ജക്റ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം നമുക്ക് ഇതിനെ ജനറൽ പേരുകളിട്ട് വിളിക്കാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ എല്ലാം പാഠഭാഗങ്ങൾ NCERT-ക്കകത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ജോഗ്രഫി പഠിക്കാനുണ്ട്, എൻവയോൺമെന്റ് പഠിക്കാനുണ്ട്, എക്കണോമിക്സും പൊളിറ്റിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഇതിനെയാണ് ജനറൽ സബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്. ഇതിന് പുറമെ നമുക്കുള്ളതാണ് ജനറൽ സയൻസ്. ജനറൽ സയൻസിനെ പറ്റിയിട്ട് സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത് ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് അപ് ടു 10th ലെവൽ CBSE, 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നും ജനറൽ സയൻസും ലൈഫ് സയൻസും പഠിക്കുക എന്നാണ് സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുത്തിട്ടുള്ളത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡിംഗ് സ്പേസ് ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാമിനെ പറ്റിയിട്ട്, ന്യൂക്ലിയർ പ്രോഗ്രാമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? ജനറൽ സയൻസിനകത്ത് ഉൾപ്പെടുത്താം. ജനറൽ സയൻസ് കഴിഞ്ഞു. മൂന്നാമത്തെ നമ്മുടെ ബക്കറ്റ് എന്തായിരുന്നു? ജനറൽ നോളജ് ആയിരുന്നു. ഈ ജനറൽ നോളജിനെ ഞാൻ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് GK എന്നും മറ്റൊന്ന് കറണ്ട് അഫയേഴ്സ് എന്നും. സ്റ്റാറ്റിക് GK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്താണ് ഗെയിംസ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, UN ആൻഡ് ഓർഗനൈസേഷൻസ്, ട്രാൻസ്പോർട്ടേഷൻ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, കോമൺ അബ്രിവേഷൻസ്, ഫേമസ് പേഴ്സണാലിറ്റീസ് ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്, ഫ്ലാഗ്ഷിപ്പ് ഗവൺമെന്റ് പ്രോഗ്രാംസ്, ഇമ്പോർട്ടൻറ്റ് ഗവൺമെന്റ് ആൻഡ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിന് ഞാൻ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു ഭാഗമാക്കിയിട്ടും കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസിനെ ഞാൻ കറണ്ട് അഫയേഴ്സ് ആക്കി മാറ്റി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പഠിക്കുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കേണ്ടി വരും. ഗെയിംസ് ആൻഡ് സ്പോർട്സിനകത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റിനകത്ത് ഞാൻ എക്സാമ്പിൾ പറയാം. ക്രിക്കറ്റിനകത്ത്, മെൻസ് ക്രിക്കറ്റിനകത്ത് ഏറ്റവും ആദ്യം ഡബിൾ സെഞ്ചുറി നേടിയ ആള് ആരെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് സ്പോർട്സിനകത്ത് വരുന്ന ഒരു സ്റ്റാറ്റിക് GK ആണ്. കാരണം അത് ഏറ്റവും ആദ്യത്തെ വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നില്ല, മാറാൻ പോകുന്നില്ല. എന്നാൽ റീസെന്റ് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മാച്ചിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള ഏതെങ്കിലും ഒരു കളിക്കാരന്റെ പേര് ചോദിച്ചാൽ അത് എന്തായിട്ട് വരും? കറണ്ട് അഫയർ ആയിട്ട് വരും. സോ ഇവിടെ പഠിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ കറണ്ട് കൂടെ നോക്കേണ്ടി വരും. ഇന്ത്യൻ ലിറ്ററേച്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ എഴുത്തുകാരൻ ആരാണെന്നുള്ളത് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് പഠിക്കുന്ന കാര്യമായിരിക്കും. എന്നാൽ ആ അവാർഡിന്റെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് അല്ലെങ്കിൽ അതേ അവാർഡ് കഴിഞ്ഞ വർഷം നേടിയത് ആരാന്ന് ചോദിച്ചാൽ അത് എവിടെ പോവും? കറണ്ട് അഫയറിൽ പോകും. സോ ഈ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. ഡിഫൻസിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ISROന്റെ റോക്കറ്റ് വിക്ഷേപണങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ആദ്യത്തെ റോക്കറ്റ് മാറാൻ പോകുന്നില്ല, പക്ഷെ റീസെന്റ് ആയിട്ട് ഇവിടുന്ന റോക്കറ്റുകൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ തന്നെയാണ്. ഏറ്റവും ആദ്യം പണിത പാലം, ഏറ്റവും ആദ്യം പോയ റെയിൽവേ, ഏറ്റവും ആദ്യം പണിത റോഡ്, ഇതെല്ലാം സ്റ്റാറ്റിക് ആണ്. നേരെ മറിച്ച് ഇപ്പോഴുള്ള ഏറ്റവും നീളമേറിയ പാലം ഏതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും നീളമേറിയ റെയിൽവേ ബ്രിഡ്ജ് ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്? കറണ്ട് ആണ്. കാരണം അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്, ഡൈനാമിക് ആണ്. സോ ഇവിടെ പഠിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ കറണ്ട് കൂടെ പഠിച്ചുകൊണ്ടിരിക്കും. ഇത് ആ രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇതൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഇതിനെ GK, ജനറൽ നോളജ് എന്ന് വിളിച്ചത്. ഈ ജനറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്തിലെ ഒന്നാമത്തെ ഈ പോയിന്റ്, ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഭാഗവും നമ്മൾ ഇപ്പുറം പഠിച്ചിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, എൻവയോൺമെന്റ്, അതുപോലെ പൊളിറ്റി ആൻഡ് എക്കണോമിക്സ്, ഇത്രയും ഭാഗങ്ങളെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കുകളിൽ നിന്ന് പഠിച്ചെടുക്കാം. NCERT പോലെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എന്നാൽ ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡിംഗ് സ്പേസ് ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം, സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഭാഗം, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതല്ല. റാങ്ക് ഫയലുകൾ ഒന്നിൽ കൂടുതൽ വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? റിസർച്ച് ചെയ്ത് ഈ ഓരോ ടോപ്പിക്കുകൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ കവർ ചെയ്യേണ്ടി വരും. നമ്മൾ നമ്മുടെ ക്ലാസ്സിനകത്ത് ഇതെല്ലാം കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. കറണ്ട് അഫയേഴ്സ് ഈ പറയുന്ന പോലെ ഡെയിലി ബേസിസിൽ, മന്ത്ലി ബേസിസിൽ, വീക്ക്ലി ബേസിസിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇയർലി ബേസിസിൽ കറണ്ട് അഫയേഴ്സ് ഈ പറയുന്ന ഓരോ ടോപ്പിക്കിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈലേഷൻസ് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ജനറൽ അവയർനെസ്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതേ സിലബസിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം NTPC എക്സാം കണ്ടക്ട് ചെയ്തപ്പോഴും ഈ പറഞ്ഞ സെയിം സിലബസ് വെച്ചിട്ടാണ് നടത്തിയത്. അന്ന് ഇതിനകത്ത് നിന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
ജനറൽ സബ്ജക്റ്റിനെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമി, ജോഗ്രഫി, എൻവയോൺമെന്റ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തു. ജനറൽ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗം, ജനറൽ നോളജിനകത്ത് കറണ്ട് അഫയേഴ്സ് ആൻഡ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഭാഗം, ഇത്രയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. സോ ഇതിനകത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ അപ്രോക്സിമേറ്റ് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വേരി ചെയ്യും. ഏകദേശം 130 പരം ഷിഫ്റ്റുകളിലായിട്ടാണ് ടയർ 1 എക്സാം കഴിഞ്ഞ വട്ടം കണ്ടക്ട് ചെയ്തത്. 7 ഘട്ടങ്ങൾ, 7 ഫേസുകളിലായിട്ട് 130 പരം ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തത്. ഇത്തവണ അത്രയും ഉണ്ടാവണം നിർബന്ധമില്ല, കാരണം ഇത്തവണ 2 നോട്ടിഫിക്കേഷൻ ഇട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തത്. കഴിഞ്ഞ വട്ടം ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും കൂടി ഒറ്റ എക്സാം ആയതുകൊണ്ട് 7 ഷിഫ്റ്റുകളോളമായിട്ട് 130 പരം ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. 7 ഫേസുകളിലായിട്ട് 130 പരം ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. സോ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമുക്ക് ഈ പറയുന്ന പോലെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റക്കുറച്ചിൽ കാണും. ഓരോ സബ്ജക്റ്റിനകത്തും ഏറ്റക്കുറച്ചിൽ കാണും. അതുകൊണ്ടാണ് ഈ റേഞ്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ എവിടെയെങ്കിലും ഒരു സബ്ജക്റ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ മറ്റേ സബ്ജക്റ്റ് എന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജനറൽ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമി, ജോഗ്രഫി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജനറൽ അവയർനെസ്സിനെ സംബന്ധിച്ചിടത്തോളം. ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ജനറൽ സയൻസ് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 8 ചോദ്യത്തോളം ഈ ഭാഗത്ത് നിന്ന് വരും. എന്നാൽ ഈ പറഞ്ഞ പോലെ ഈ വിഷയങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര കണ്ട് പ്രയോറിറ്റി ഉള്ള ഒരു വിഷയമല്ല. ജനറൽ നോളജിൽ കറണ്ട് അഫെയറിന്റെ പ്രയോറിറ്റി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. 8 തൊട്ട് 10 ചോദ്യങ്ങൾ വരെ അവിടെ നിന്ന് വരുന്നതാണ്. സ്ട്രാറ്റജിക്കലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിന്റെ അൺസർട്ടനിറ്റി, ഇത് എവിടെ നിന്ന് ചോദിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തെ കുഴപ്പമുള്ളതാക്കി മാറ്റുന്നത്. കറണ്ട് അഫെയർ എവിടെ നിന്നാണ് ചോദിക്കുക, എങ്ങനെ പഠിക്കണ്ടേ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ കവർ ചെയ്ത് പോകാവുന്നതാണ്. ഇനി അപ്പോൾ ഇത്രയാണ് ഈ പറഞ്ഞ പോലെ NTPC 2019 കണ്ടക്ട് ചെയ്ത സമയത്തുള്ള അതിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എങ്ങനെ വേണം നിങ്ങൾ എക്സാമിന് പഠിക്കാനായിട്ട്, ഹൗ ടു പ്രിപ്പയർ. അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. ഫൗണ്ടേഷൻ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തേ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ +2 ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെന്നിരുന്നിട്ട് ഈ പറഞ്ഞ പോലെ റാങ്ക് ഫയലുകൾ വായിച്ച് റാങ്ക് ഫയലിലുള്ള ഫാക്റ്റുകൾ മഗ്ഗപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അത് വളരെ ഹെക്റ്റിക്കാണ്, തെറ്റിപ്പോവാനും മറന്നു പോകാനും സാധ്യതയുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ജനറൽ അവയർനെസ് പോലെ ബൾക്കി ആയിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾ പഠിക്കേണ്ടി വരുന്ന ഒരു സബ്ജക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിലേക്ക് കടക്കരുത്. നേരത്തെ പറഞ്ഞ ജനറൽ സബ്ജക്ട്സ്, അതായത് ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കോണമി, എൻവയോൺമെന്റ് തുടങ്ങിയിട്ടുള്ള ജനറൽ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT പോലെയുള്ള പാഠഭാഗങ്ങൾ വായിച്ച് ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തെടുക്കണം. അത് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ റാങ്ക് ഫയലുകൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ചുമ്മാ രാജാക്കന്മാരുടെ പേരുകളും വർഷങ്ങളും സന്ധികളും എല്ലാം നിങ്ങളിങ്ങനെ പൈഹാട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത നല്ല പോലെയുണ്ട്. സോ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്, ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൺസെപ്റ്റിനെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കണം, തിരിഞ്ഞു പോവാതിരിക്കണം. ഡൽഹി ചലോ മൂവ്മെന്റ്, ചലോ ഡൽഹി മൂവ്മെന്റ്, ഇത് രണ്ടും ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് രണ്ടും തിരിഞ്ഞു പോവാതിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതിന് നിങ്ങൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും, നോട്ട്സ് യൂസ് ചെയ്യേണ്ടി വരും. പ്രോപ്പറായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. പ്രോപ്പർ നോട്ട്സ് നിങ്ങളുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി ഈ പ്രോപ്പർ നോട്ടുകൾ മാത്രം ഉണ്ടാവേണ്ട കാര്യമില്ല, നോട്ടിനകത്ത് കൊടുത്തിട്ടുള്ള പല ഫാക്റ്റുകളും ഓർത്തിരിക്കുന്നതിന് വേണ്ടി ടിപ്സും ട്രിക്സും യൂസ് ചെയ്യേണ്ടി വരും. എപ്പോഴും നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓർത്തെടുത്ത് പോകാൻ പറ്റുമോ, ഇല്ല. അവിടെ നിമോണിക്സ്, ചീറ്റ് കോഡ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന പോലെ കൺസെപ്റ്റിനെ സ്ട്രോങ് ആക്കാനും അതിലൂടെ നിങ്ങളുടെ മെമ്മറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈവശം പ്രോപ്പറായിട്ടുള്ള നോട്ടുണ്ട്, കൺസെപ്റ്റ് സ്ട്രോങ് ആണ്, ഫൗണ്ടേഷൻ ഓൾറെഡി നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോവാതിരിക്കുന്നതിന് വേണ്ടി ടിപ്സും ട്രിക്സും ചീറ്റ് കോഡ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കണം, റെഗുലർ ആയിട്ട് എക്സാംസ് എടുത്തുകൊണ്ടിരിക്കണം. എക്സാംസിലൂടെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ കിട്ടും. മാത്രമല്ല എക്സാം ചെയ്ത് തെറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും നോട്ടിനകത്ത് എഴുതി വെക്കണം. ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്ത് ചെയ്യണം, ആദ്യം ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണം, പിന്നെ കൺസെപ്റ്റ് ബിൽഡിംഗ് ഉണ്ടാക്കണം, അതുവഴി നോട്ട്സ് ഉണ്ടാക്കണം. നോട്ട്സിനകത്ത് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും ചീറ്റ് കോഡ്സ് ഒക്കെ വെക്കണം. ഇനി ഇതിനെ സമറൈസ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ എടുക്കണം. ടെസ്റ്റിനകത്ത് നിന്ന് ഉണ്ടാകുന്ന തെറ്റുകളെ തിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, നോട്ട്സിനകത്ത് അത് ആഡ് ചെയ്യണം. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. സോ ഈ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കി മാറ്റാൻ.
ഇനി എങ്ങനെ വേണം നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റപ്പ് ചെയ്യാനായിട്ട്? ഫൗണ്ടേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് NCERT പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. NCERT പാഠഭാഗങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ എക്സാമിന്, പ്രത്യേകിച്ച് റെയിൽവേ എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു എന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തതാണ്. ഡീകോഡിങ് NCERT എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്, നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. എന്ത് ചെയ്യുക, ആ വീഡിയോ പോയി കാണുക. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് NCERT എന്തുകൊണ്ട് നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സയൻസിലെ വിഷയങ്ങളായിക്കോട്ടെ, നേരത്തെ പറഞ്ഞ ജനറൽ സബ്ജക്റ്റുകളായിക്കോട്ടെ, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് പോലുള്ള ജനറൽ സബ്ജക്റ്റ് ആണെങ്കിലും, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി പോലെയുള്ള സയൻസ് വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിനകത്തുനിന്ന് RRB ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? NCERT പാഠഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. സോ NCERTയുടെ പ്രിപ്പറേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് പഠിക്കാനിരിക്കുന്ന കുട്ടികളാണ്, +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഫീൽഡിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കണം. കാരണം എന്തുകൊണ്ടാണ്? NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഏതൊരു സാധാരണ കുട്ടിക്കും ലഭ്യമായിട്ടുള്ള സോഴ്സാണ്. സോ ഇന്ത്യയിൽ ഏതൊരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന സമയത്ത് കോച്ചിങ്ങിൻ്റെ സൗകര്യമില്ലാതെ, റാങ്ക് ഫയലുകൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമായിട്ടുള്ള ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് NCERT മാത്രമാണ്. സോ NCERT പാഠഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആളുകളും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. അത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കും കിട്ടണം. സോ നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കണം? NCERTയിൽ നിന്നായിരിക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട്. NCERTയിൽ നിന്നും ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം. സോ എങ്ങനെയാണ് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ക്ലാസ് വേഴ്സസ് കൺസോളിഡേറ്റഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൺസോളിഡേറ്റഡ് ക്ലാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിവിഷൻ ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യേണ്ട സമയത്ത് നിങ്ങളുടെ കൈവശം എന്തൊക്കെ ടൂളുകളാണ് ഉണ്ടായിരിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്, കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. നിങ്ങൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നു, ഓക്കെയാണ്, ശരിയാണ്. ജനറൽ സബ്ജക്റ്റിൽ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, എൻവയോൺമെന്റ് പോലുള്ള വിഷയങ്ങൾ, സയൻസിനകത്തുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നു, അത് കൈകാര്യം ചെയ്യുന്നു. അതിനകത്ത് നിന്ന് NCERT പോലുള്ള പാഠഭാഗങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നോട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. അതിനകത്ത് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്നു. ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബിൽഡ് ചെയ്യുന്നു. ഇത് ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ എന്തുകൂടെ അതിൻ്റെ കൂടുതൽ ഫോക്കസ് ചെയ്യണം? കറണ്ട് അഫയേഴ്സും കൂടെ പഠിക്കണം. എല്ലാ ദിവസവും ന്യൂസ് നോക്കണം. ഈ പറയുന്ന പോലെ സ്പോർട്സ്, അവാർഡ്സ്, ലിറ്ററേച്ചർ തുടങ്ങിയ എല്ലാ ഭാഗത്തു നിന്നും ന്യൂസിനകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് പോകണം. അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ എന്തെങ്കിലും കമ്പൈലേഷൻസ് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കമ്പൈലേഷൻസ് വാങ്ങിച്ച് പഠിക്കണം. ഓക്കെ ആണല്ലോ. ഇനി കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് ഇത്രയും ഞാൻ പറയാൻ കാരണം? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ മാർക്ക് എത്രയാണ് വരുന്നത്. 8 തൊട്ട് 10 മാർക്ക് വരെ, അല്ലെങ്കിൽ 10 ചോദ്യം വരെ ഈ കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ചോദ്യം വരുന്നത്. സോ കറണ്ട് അഫയേഴ്സ് പഠിക്കാതെ പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക, അതുപോലെ തന്നെ കൺസെപ്റ്റുകളും എന്ത് ചെയ്യുക? സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജനറൽ അവയർനെസ്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ടിപ്സും ട്രിക്സും യൂസ് ചെയ്യണം. ചുമ്മാ പഠിച്ചു വെച്ചിട്ട് മഗ്ഗപ്പ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഓർക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ മറന്നു പോയി വരും. അപ്പോൾ ഓർത്തിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ചില ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ 1833 മുതൽ 1858 വരെ, 1833 to 1858 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലപ്പത്തിരുന്ന ആളുകളെ ഗവർണർ ജനറൽസ് ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. അവർ ഓർത്തിരിക്കാനുള്ള ഒരു കോഡാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. വി മെറ്റ് അറ്റ് എല്ലോറ ആൻഡ് ഹാവ് ദാൽ ആൻഡ് ചപ്പാത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഡ്, സിമ്പിൾ ആയിട്ടുള്ളൊരു കോഡ്. ഇത് എന്തൊക്കെയാണ്? വി ഫോർ വില്യം ബെൻഡിക്, മെറ്റ് ഫോർ മെറ്റ് കഫേ, അറ്റ് ഫോർ ഓക്ലൻഡ്, എല്ലോറ ഫോർ എലൻബോറോ, ഹാവ് ഫോർ ഹാർഡിൻഷ്, ദാൽ ഫോർ ഡൽഹൌസി, ചപ്പാത്തി ഫോർ കാനിങ്. സോ ഇത്തരത്തിലുള്ള കോഡുകൾ, ഇതിനെയാണ് നിമോണിക്സ് അല്ലെങ്കിൽ ചീറ്റ് കോഡ്സ്, ടിപ്സ്, ട്രിക്സ് എന്നൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാം. അതിനോട് പ്രസക്തി ഇല്ല. എന്ത് പേരിട്ട് വിളിച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടിയാൽ മതി? ഉത്തരം കിട്ടിയാൽ മതി. സോ ഇത്രയും കാലയളവിൽ ഉണ്ടായിരുന്ന എല്ലാ ഗവർണർ ജനറൽമാരുടെയും പേരുകൾ നമ്മൾ ഈ ഒറ്റ കോഡിലൂടെ പഠിക്കാൻ നമുക്ക് സാധിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തു? എല്ലോറയിൽ വെച്ച് കണ്ടുമുട്ടി, ദാലും ചപ്പാത്തിയും വെച്ച് കഴിച്ചു. ഇതിന് ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ വി മെറ്റ് അറ്റ് എല്ലോറ, എല്ലോറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കണ്ടുമുട്ടി. ഹാവ് ദാൽ ആൻഡ് ചപ്പാത്തി, ദാൽ കറിയും ചപ്പാത്തിയും ഞങ്ങൾ കഴിച്ചു. ഇനി അതിനെ എന്ത് ചെയ്യുക? എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഫോർ വില്യം ബെൻഡിക്, മെറ്റ് ഫോർ മെറ്റ് കഫേ, അറ്റ് ഫോർ ഓക്ലൻഡ്, എല്ലോറ ഫോർ എലൻബറോ, ഹാവ് ഫോർ ഹാർഡിൻഷ്, ദാൽ ഫോർ ഡൽഹൌസി, ചപ്പാത്തി ഫോർ കാനിങ്. ഇത്രയും കിട്ടും. പക്ഷേ ഇതിപ്പം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം എന്താ? നിങ്ങളുടെ ഫൗണ്ടേഷൻ ശരിയല്ല, നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചിട്ടില്ല. ഫൗണ്ടേഷൻ ശരിയാക്കി കൺസെപ്റ്റ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് ഈ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഹിസ്റ്ററി ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. സോ ഇതുപോലുള്ള ടിപ്സ്, ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ചീറ്റ് കോഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി
നോട്ട്സ് ഉണ്ടാക്കണം. അത് ഇലാബറേറ്റ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങളുടെ കൈവശം വേണം, ഷോർട്ട് നോട്ട്സും വേണം. ഇലാബറേറ്റ് നോട്ട്സ് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് റിവിഷൻ സമയത്ത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട നോട്ട്സ് ആണ്. എക്സാമിന് തലേദിവസം പോയിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള 100 പേജുള്ള നോട്ടുകൾ പഠിച്ചിട്ട് പോകാൻ തീരുമാനിക്കുന്നവൻ മണ്ടനായിരിക്കും, എക്സാം ക്രാക്ക് ചെയ്യാൻ അവന് പറ്റില്ല. സോ നിങ്ങളുടെ കൈവശം എന്ത് വേണം? ഷോർട്ട് നോട്ടുകളും വേണം. സോ 2 രീതിയിലുള്ള നോട്ടുകൾ എല്ലാ വിഷയത്തിനും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്തു വെക്കുക. ഇനി ടെസ്റ്റുകൾ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഒരു ലൂപ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് വേണം? നോട്ട് എഴുതി വെക്കണം. ടെസ്റ്റുകൾ എങ്ങനെ എടുക്കണം? ഡെയിലി ബേസിസ്, വീക്കിലി ബേസിസ്, മന്ത്ലി ബേസിസിൽ സബ്ജക്റ്റിൻ്റെ ഫുൾ ടെസ്റ്റോ പാർട്ട് ടെസ്റ്റുകളോ എക്സാമിൻ്റെ ഫുൾ ടെസ്റ്റുകളോ നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തിരിക്കണം. ആൻഡ് എടുക്കുന്ന സമയം എത്രത്തോളം ഡ്യൂറേഷൻ ഉണ്ട്, നിങ്ങൾ എക്സാം എപ്പോഴാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. എക്സാമിന് എപ്പോഴൊക്കെയാണോ റിയൽ ടൈമിൽ ഷിഫ്റ്റുകൾ വരുന്നത് ആ സമയങ്ങളിൽ എക്സാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എക്സാം എത്ര മണിക്കൂറിനാണ് അത്രയും ഇൻ്റർവെല്ലുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ടിരിക്കുക. 1.5 മണിക്കൂറാണ് എക്സാം എന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ ഇരിക്കുക. 1.5 മണിക്കൂറിൻ്റെ ഇൻ്റർവെൽസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പറേഷൻ ടൈം സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ആൻഡ് നമ്മുടെ ബാച്ച് ഒക്ടോബർ 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ബാച്ചിൽ ഡ്രീം NTPC ബാച്ച് എന്നാണ് ബാച്ചിനെ പേരിട്ടിരിക്കുന്നത്. ആൻഡ് എന്ത് ചെയ്യുക? ആ ബാച്ചിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു മാസത്തെ ഷെഡ്യൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സ്കോർ ടീം തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ഒരു മാസത്തോളം നിങ്ങളുടെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ആപ്പിലും ഒരുപോലെ ലഭ്യമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുക. ടെസ്റ്റുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ് വരുന്നതനുസരിച്ച് ആ ക്ലാസ്സിൻ്റെ ടെസ്റ്റ് എന്ത് ചെയ്യും? അന്നത്തെ ദിവസം ആപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ടെസ്റ്റുകളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.